നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേസിന്റെ നാൾ വഴി ഇങ്ങനെ. മദ്യനയ അഴിമതി കേസിൽ ആദർശ ധീരനായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിൽ. കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടണമെന്ന BJP ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച മദ്യനയ കേസ് എന്താണ്? ആദർശധീരനായ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിലാണ്. അഴിമതിക്കെതിരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന നക്ഷത്രമാണ് ഒടുവിൽ അഴിമതി കേസിൽ തന്നെ അറസ്റ്റിലാകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമൻ മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നാമനായ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രഹരശേഷി എതിരാളികളെ വ്യക്തമാക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ച മദ്യനയ കേസ് എന്താണ് എന്ന് കൂടി നോക്കാം. 2021 നവംബർ മുതലാണ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ നടപ്പാക്കി തുടങ്ങിയത്. പുതുക്കിയ മദ്യനയ പ്രകാരം സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി. ദില്ലിയെ 32 സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും 27 കടകൾ വീതം 864 ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ച് അനുമതി നൽകിയത്. സ്വകാര്യ ഔട്ട്ലെറ്റിലൂടെ മത്സരിച്ച് മദ്യവിൽപ്പന തുടങ്ങിയതോടെ മദ്യത്തിൽ ഗുണനിലവാരത്തിൽ വ്യാപക പരാതികൾ ഉയർന്നു. മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതിയുണ്ടെന്ന സംശയവും ശക്തമായി. BJP ദില്ലി അധ്യക്ഷനും MP-യുമായിരുന്ന മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്കും CBIക്കും കത്ത് നൽകി. മദ്യനയം നടപ്പാക്കിയതിൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി ചീഫ് സെക്രട്ടറി തല അന്വേഷണത്തിൽ തെളിഞ്ഞു. ലൈസൻസ് ഫീയിൽ നൽകിയ 144.36 കോടിയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തൽ. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് മദ്യനയം നടപ്പാക്കിയതെന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. പിന്നാലെ CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഗവർണർ. 2022 ജൂലൈ 30 ദില്ലി സർക്കാർ മദ്യനയത്തിൽ നിന്ന് പിന്മാറി. ഓഗസ്റ്റ് മുതൽ പഴയ മദ്യനയം നടപ്പാക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചു. മനീഷ് സിസോദിയ അടക്കം 15 പേരെ പ്രതികളാക്കി CBI FIR സമർപ്പിക്കുന്നു. 2023 മാർച്ച് 9 ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ CBI അറസ്റ്റ് ചെയ്യുന്നു. മദ്യനയ അഴിമതി കേസിലെ കള്ളപ്പണ കേസ് അന്വേഷണം ഏറ്റെടുത്ത് ED രംഗത്തു വരുന്നു. 2023 ഒക്ടോബർ 4 ആം MP സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നു. പിന്നാലെ BRS നേതാവ് K കവിത, ഒടുവിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരെയും ED അറസ്റ്റ് ചെയ്യുന്നു. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് BJP. ദില്ലി മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ BJP ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ജയിലിൽ കിടന്ന മുഖ്യമന്ത്രി ഭരിക്കുമെന്ന AAP നേതാക്കൾ ആവർത്തിച്ച സാഹചര്യത്തിലാണ് BJPയുടെ ഈ നീക്കം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇന്ത്യ സഖ്യം നേതാക്കളുമായി യോജിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ദില്ലി മന്ത്രി സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. കെജ്രിവാൾ രാജിവെക്കില്ല, മുഖ്യമന്ത്രിയായി തുടരും. എല്ലാ MLA-മാരും ഇക്കാര്യത്തിൽ യോജിച്ചു. ഇന്ത്യ സഖ്യം നേതാക്കളുമായി സംസാരിച്ചു. അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. കോടതിയിൽ പ്രതീക്ഷയുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ കോടതിയെ അറിയിച്ചതാണ്. ബാക്കി പ്രതിപക്ഷ നേതാക്കളെയും വൈകാതെ അറസ്റ്റ് ചെയ്യും. ചെറിയ പാർട്ടി എന്ന AAPയെ അമിത്ഷാ കളിയാക്കിയതാണ്. എന്നിട്ടും എന്തിനാണ് ഈ പാർട്ടിയുടെ 4 പ്രധാന നേതാക്കളെ ജയിലിൽ അടച്ചത്? ജനം നോക്കിയിരിക്കില്ലെന്നും തുടർ പ്രതിഷേധം നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം നടത്തുമെന്നും സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.